പ്രലംബൻ എന്ന അസുരന്റെ കാര്യം അല്ലേ? എല്ലാവർക്കും എന്തെങ്കിലും പറയാൻ? ഹരേ കൃഷ്ണ. പ്രലംബാസുര വധത്തെ പറ്റിയാണ് ഇന്നലെ പറഞ്ഞത്. ഇന്നത്തെ പഠിക്കാനുള്ളത്, അറിയാനുള്ളത്, സത്സംഗത്തിൽ പറയുന്ന കാര്യം 19-ാം അധ്യായത്തിലെ ശ്രീകൃഷ്ണൻ ദാവാഗ്നി പാനം ചെയ്യുന്നു, അഗ്നിയെ വിഴുങ്ങുന്നു. പാനം ചെയ്യുമെന്ന് പറഞ്ഞാൽ വിഴുങ്ങുന്നു. അപ്പൊ ദാവാഗ്നി വിഴുങ്ങുന്ന ഭഗവാന്റെ ചരിത്രമാണ് ഇന്ന്. എന്തുകൊണ്ടാണ് ദാവാഗ്നി വിഴുങ്ങാൻ കാര്യം, അതിനെ പറ്റിയൊക്കെയുള്ളതാണ്. അപ്പൊ അത് ഞാനൊരു അതിന്റെ ശ്ലോകങ്ങൾ വളരെ കുറച്ചേ ഉള്ളത്. അതിനെപ്പറ്റി ശ്ലോകങ്ങൾ എത്ര ശ്ലോകങ്ങളുണ്ട്? 16 ശ്ലോകങ്ങളേ ഉള്ളൂ. അതൊന്ന് പെട്ടെന്ന് വായിച്ചേക്കാം. ഹരേ കൃഷ്ണ. അപ്പൊ ശ്ലോകം വായിക്കുമ്പോൾ വളരെ ശ്രീശുകവാച ക്രീഡസ്തക്തേഷു ഗോവേഷു തത് ഗാവോ ദുരചാരിണീം. അതായത് എന്താ പറയണേ? ക്രീഡാസക്തേഷു ഗോപേഷു തത് ഗാവോ ദുരാചാരിണി സ്വൈരം ചരന്ത്യോ വിവൃശ്രുദ്ധണ ലോഭേന ഗപുരം. അതായത് ഗോപന്മാർ കളികളിൽ വ്യാപൃതമായിരുന്നതിനാൽ പശുക്കളെ ശ്രദ്ധിച്ചിരുന്നില്ല എന്നാണ്. അശ്രദ്ധ കൊണ്ട് പറ്റിയതാണ്. അവ സ്വൈര്യമായി മേഞ്ഞുകൊണ്ട് ദൂരത്തിൽ സഞ്ചരിച്ച് പുല്ലിലുള്ള അത്യാശയോടെ മഹാവനത്തിനുള്ളിൽ പ്രവേശിച്ചു എന്നാണ്. ഗോപന്മാര് കളികളിലൊക്കെ ഇങ്ങനെ അവിടെ അലഞ്ഞിരിഞ്ഞിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ കളിയിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ മേഞ്ഞുകൊണ്ടിരുന്ന ദൂരത്തിൽ സഞ്ചരിച്ച് പശുക്കളെ ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പൊ പശുക്കളൊക്കെ എന്ത് ചെയ്തു? ഇതിനൊക്കെ ആ പുല്ലൊക്കെ കണ്ട് അങ്ങനെ മഹാവനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. പിന്നെന്താ? അജാഗാവോ മഹിഷസ്യ സർവി നിർവിച്ഛന്ത വനാദ്വനം ഇഷ്ടികാടവി നിർവിവിശ്യാം ക്രന്ധ്യന്തോ ഭവദാർഷിതാം. തേ പശ്യന്ത പശുൻ ഗോപാ കൃഷ്ണരാമാദയസ്തദാ ജാതാനുതാപാന വിദൂർ വിജിന്യന്തോ ഗവാം ഗതി പ്രണൈസ്തത് കുരതശ്ചിന്നൈർ ഗോഷ്പതൈരങ്കിതൈർഗവാം മാർഗം മന്യുഗമൻ സർവേ നഷ്ടാം ജീവ്യസ് വിജേതസാം മുജ്ജാടവ്യാം പൃഷ്ടമാർഗം ക്രന്ദമാനം നൃഗോദനം സംപ്രാപ്യ ദുഷിതോ ശാന്താത് സതത് സന്നിവർത്തയാൻ താ ആഹൂത ഭാഗവതാമേകഗംഭീര്യാംഗിരാ സ്വനാംനാം നിനദം ശ്രുത്വാം പ്രതിനേതും പ്രകർഷിതാം തത് സമന്താദ്വന ധൂമകേതുര്യദൃച്ഛയാഭൂത് ക്ഷയകൃത് വനൗകസാം സ്മരീത സാരഥീനോൽബണേർമുഖൈർ വിലേലിഹാനാസ്തിരജംഗമാൻ മഹാൻ തം ആപദന്തം പരിതോ ഭവാം ദാവാഗ്നിം ഗോപശ്ച ഗാവ പ്രസിനീഷഭീതാം ഊജശ്ചു കൃഷ്ണം സഫലം പ്രപന്ന യഥാ ഹരി മൃത്യു ഭയാർദിതാ ജനാം കൃഷ്ണ മഹാവീരാ ഹേ രാമാമിത വിക്രമാം ദാവാഗ്നിനാം ഭാഗ്യവാനാൻ മനാൻ പ്രപന്നാ സുത്രതാം അർഹത നൂനം ത്വദ്ബാന്ധവ കൃഷ്ണ ന ചാർഹന്ത്യവസീതതും വയം ഹി സർവേ തദ്മജ്ഞ ത്വത്നാദാസ്ത്വത്പരായണാം. എന്താണെന്ന് വെച്ചാല് ഓരോ പാട്ടുപാട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ പശുക്കളും ആടുകളും എരുമകളും ഒക്കെ ഇങ്ങനെ മേഞ്ഞ് കാട്ടിൽ നിന്ന് കാട്ടിലേക്ക് പ്രവേശിച്ചു. അപ്പൊ അങ്ങനെ ഉഷ്ണം നിമിത്തം അത്യധികം ദാഹമുള്ളവരായി കരഞ്ഞുകൊണ്ട് മുഞ്ഞപ്പുല്ല് അതെന്താ പറയാ, മുഞ്ഞപ്പുല്ല് എന്ന് പറഞ്ഞാൽ ഒരു സൈസ് പുല്ലുണ്ട്, പശുക്കൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. ആ മുഞ്ഞപ്പുല്ലുള്ള സ്ഥലത്തേക്ക് ഈ പശുക്കളെല്ലാം അവിടേക്ക് ഓടി. മുഞ്ഞപ്പല്ല് നിറഞ്ഞ ആ കാട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചു. പിന്നെന്താ? പശുക്കളെ കാണാതായപ്പോൾ അവയെ ശ്രദ്ധിക്കാതിരുന്നതിനാൽ അവർക്ക് പശ്ചാത്താപം ഉണ്ടായി. പശുക്കളെ കാണാതെ ഗോപാലന്മാർക്കൊക്കെ പശുക്കളെ കാണാതായപ്പോൾ അവയെ ശ്രദ്ധിക്കാതിരുന്നതിൽ അവർക്ക് പശ്ചാത്താപം ഉണ്ടായെന്ന് പറയുന്നത്. അപ്പൊ കൃഷ്ണരാമന്മാരുടെ ബലരാമന്മാരുടെ നേതൃത്വത്തിൽ ഗോപന്മാർ പശുക്കളെ മാർഗം അന്വേഷിച്ച്, പശുക്കൾ പോയ മാർഗത്തിലൂടെ അന്വേഷിച്ച് തിരയാനായിട്ട് തുടങ്ങി.
എങ്കിലും അവ എവിടെയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇത് കാട്ടിൽ ഈ മുഞ്ഞപ്പുല്ല് കണ്ട് അങ്ങോട്ട് ഓടി ഓടി കൂടുതൽ പുല്ലുള്ള സ്ഥലത്തേക്ക് ഓടി അവിടെ നിന്ന് കളിക്കുവാണ്. അവിടെ നിന്ന് പുല്ലൊക്കെ കടിച്ചു തിന്നുവാണ്. പക്ഷേ പശുക്കളെ കാണാതായപ്പോൾ അവയെ ശ്രദ്ധിക്കാതിരുന്നാൽ അവർക്ക് പശ്ചാത്താപം ഉണ്ടായി. അപ്പോൾ കൃഷ്ണരാമന്മാരുടെ നേതൃത്വത്തിൽ ഗോപന്മാർ പശുക്കളുടെ മാർഗം അന്വേഷിച്ച് തിരയാൻ തുടങ്ങി. എങ്കിലും അവ എവിടെയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത്യന്തം വ്യസനിച്ച് ഗോപന്മാർ കാടുകളിൽ സൂക്ഷിച്ചു നടന്നപ്പോൾ പശുക്കളുടെ പുല്ലുകൾ കൊണ്ട് കടിച്ചു മുറിച്ചവയും കുളമ്പടികൾ പതിഞ്ഞതുമായ പുല്ലുകൾ കണ്ടു. അവിടെ കണ്ട കാൽപ്പാടുകളും പിന്തുടർന്ന് പശുക്കൾ പോയ വഴിയെ അന്വേഷിച്ച് നടന്നു. ഗോപന്മാർ ഒടുവിൽ മുഞ്ച പുല്ലുള്ള സ്ഥലത്തെത്തി. അവിടെ പശുക്കളെല്ലാം നിൽക്കുന്നതും കണ്ടു. ആ കാട്ടിൽ നിന്ന് പുറത്തു കടക്കാൻ വഴി കാണാതെ നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്ന പശുക്കളെ കണ്ടപ്പോൾ അത്യധികം ദാഹമുള്ളവരും വഴി നടന്ന ക്ഷീണിതരായ ഗോപന്മാർ ആ പശുക്കൂട്ടത്തെ അവിടെ നിന്ന് തിരിച്ചാട്ടി. പിന്നെന്താ, ഗോപന്മാരെ പിന്തുടർന്ന് വന്നിരുന്ന ഭഗവാൻ കൃഷ്ണൻ ദൂരത്ത് നിന്ന് ഇടിവെട്ടുന്നത് പോലെയുള്ള ശബ്ദത്തിൽ ഒരു പശുവിൻ്റെയും പേര് ഉച്ചത്തിൽ വിളിച്ചു. വൃന്ദാവനത്തിൽ നമുക്ക് പശുവിനൊക്കെ വിളിക്കണ സ്വരം കേൾക്കാം. കാളിന്തി എന്ന് വിളിക്കും അവിടുത്തെ ആ പശു കിടാവുമ്പോ. പിന്നെന്താ, ഗൗരി എന്ന് വിളിക്കും. ഇങ്ങനെ ഓരോ പശുവിന്റെ പേരുകൾ ഇങ്ങനെ എടുത്തെടുത്ത് വിളിക്കുമ്പോൾ എവിടെയാണെങ്കിലും ആ പശുക്കൂട്ടങ്ങൾ ഓടി വരും. അങ്ങനെ ആ പശുക്കളെ കണ്ടപ്പോൾ അത്യാധികം ദാഹമുള്ളവരും ഗോപന്മാരെ പിന്തുടർന്ന് വന്നിരുന്ന ഭഗവാൻ കൃഷ്ണൻ ദൂരത്ത് നിന്ന് ഇടിവെട്ടുന്നത് പോലുള്ള ശബ്ദത്തിൽ ഓരോ പശുവിന്റെയും പേര് ഉച്ചത്തിൽ വിളിക്കുവാണ്. അപ്പം അങ്ങനെ അവർ പശുക്കളെല്ലാം ഒന്നിച്ചുകൂടി ആ മുഞ്ഞപ്പുല്ലുള്ള സ്ഥലത്ത് നിന്ന് അവിടുന്ന് പുറത്ത് കിടക്കാൻ തുടങ്ങുമ്പോൾ യാദൃച്ഛ്യമായി കാട്ടുതീ പുറപ്പെട്ടു. അത് ഇനിയാണ് കഥ. അപ്പോൾ വനത്തിലെ സർവ്വതിനെയും നശിപ്പിക്കുന്ന ആ കാട്ടുതീയെ സഹായിക്കാനായി കൊടുങ്കാറ്റ് വീശി തുടങ്ങി. അതാണ് കാട്ടുതീ വന്നപ്പോൾ എന്താ, ഉടനെ കൊടുങ്കാറ്റും വന്നു, വീശി തുടങ്ങി. സാധാരണ കാറ്റല്ല, കൊടുങ്കാറ്റ്. കൊടുങ്കാറ്റ് വീശി തുടങ്ങുമ്പോൾ ഗോപവൃദ്ധന്മാരായും ഗോപികളെയും അത് കേട്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടവരായി. നാലുപാടും അതിവേഗം വ്യാപിച്ചു വരുന്ന ഈ കാട്ടുതീ കണ്ടിട്ട് ഗോപന്മാരും പശുക്കളും ഭയപ്പെട്ടവരായി. മരണത്തെ ഭയക്കുന്നവർ ഹരിയെ ശരണം പ്രാപിക്കുന്നത് പോലെ ബലരാമ സഹിതനായ കൃഷ്ണനെ സമീപിച്ച് ഇങ്ങനെ പറഞ്ഞു. ഇപ്പോഴാണ് പറയുന്നത്, ഭഗവാനോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങളെ രക്ഷിക്കൂ, ഹേ കൃഷ്ണ മഹാവീര, ഹേ അതിവിക്രമനായ രാമ. കാട്ടുതീയിൽപ്പെട്ട് വെന്തു മരിക്കാൻ പോകുന്നവരും ശരണം പ്രാപിച്ചവരുമായ ഞങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. അതാണ് നൂനം തദ് ബാന്ധവ കൃഷ്ണ ചാർഹന്ത്യവാസീതും വയം ഹി സർവധർമ്മജ്ഞ ത്വനാഥാസ്ത്വത് പാരായണ. ഹേ കൃഷ്ണ, ഹേ സർവധർമ്മജ്ഞനായ നിന്റെ സംബന്ധികളായ ഞങ്ങൾ ദുഃഖിക്കാൻ അർഹിക്കുന്നില്ല. അതാണ് പറഞ്ഞത്. ഭഗവാന്റെ സംബന്ധികളായിട്ടുള്ള ഭക്തന്മാര്, ആ ഭക്തന്മാരെന്ന് പറഞ്ഞാൽ ഭഗവാനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. അതവരുടെ നിർബന്ധേ കൃഷ്ണ സംബന്ധേ. അപ്പൊ നിർബന്ധമായിട്ടും കൃഷ്ണ സംബന്ധമായിരുന്നാൽ എന്താണ്, ദുഃഖിക്കാൻ അർഹിക്കുന്നവരല്ലെന്നാണ്. ദുഃഖം അവർ കേൾക്കുകയില്ല. കാരണം എന്താ, ആശ്രയമായ ഭഗവാൻ കൂടെയുണ്ട്. അതാണ് നമ്മുടെ സാധാരണ ആൾക്കാർക്ക് തോന്നും നിങ്ങൾ എപ്പോഴും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ എപ്പോഴും ദുഃഖം തന്നെയാണല്ലോ എന്ന് ഓർക്കും. പക്ഷെ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ പൂർവ്വജന്മത്തിൽ കിട്ടിയിരിക്കുന്ന പൂർവ്വജന്മ ഹൃദയഭാവം അതാണ്. ആ പൂർവ്വജന്മത്തിൽ നമ്മൾ പല തെറ്റുകുറ്റങ്ങളും പല കർമ്മങ്ങളും പുണ്യഭാവ കർമ്മങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പം ആ സമയമാകുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ വരുന്നത്. ഉടനെ നമ്മളിപ്പോൾ ഒരു വിത്ത് കുഴിച്ചിട്ടാൽ ഉടനെ അതിൻ്റെ ഫലം കിട്ടുകയില്ല. അതുപോലെ നമ്മൾ ചെയ്ത പാപത്തിന്റെ ഫലം നമ്മളിപ്പോൾ അനുഭവിക്കും. പക്ഷെ ഇപ്പൊ നമ്മൾ പുണ്യകാര്യങ്ങളായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രസന്റ് ടൈമിൽ. പക്ഷെ എന്നാൽ കൂടി അതിന്റെ കാഠിന്യത്വം കുറയ്ക്കും. അതുകൊണ്ടാണ് എപ്പോഴായാലും ഹേ കൃഷ്ണ സർവധർമ്മജ്ഞ, നിന്റെ സംബന്ധികളായി ഞങ്ങൾ ദുഃഖിക്കാൻ അർഹിക്കുന്നവരല്ലെന്ന് പറഞ്ഞു.
അവര് നമ്മളിപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല കാര്യമാണ്. നമ്മൾ നാമം ജപിക്കുന്നുണ്ട്, ഭഗവത് സേവനം ചെയ്യുന്നുണ്ട്, നാമം ജപിക്കുന്നുണ്ട്, എല്ലാ ആശ്രയത്തിലും ഭഗവാനെ വിളിക്കുന്നുണ്ട്. എന്നാലും ചിലപ്പോൾ നമ്മൾക്ക് ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ, ദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും, പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഓർക്കും, ഓ, നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് ദുഃഖമാണല്ലോ, നമുക്ക് എത്രത്തോളം ഇങ്ങനെയാണല്ലോ എന്ന് ആലോചിക്കും. അല്ല, നമ്മൾ കഴിഞ്ഞ അല്ലെങ്കിൽ പൂർവ്വജന്മ ഹൃദയപാപം, പൂർവ്വജന്മത്തിൽ ചെയ്തു വെച്ച പുണ്യപാപ കലമങ്ങളുടെ, പക്ഷെ അതിന്റെ കണ്ടിന്യൂഷൻ, അത് ഓരോ കർമ്മത്തിനും ഓരോ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളാണ്. മനസ്സാ വാചാ കർമ്മണ, കർമ്മത്തെ നമ്മൾ അകർമ്മമാക്കി മാറ്റണം. എല്ലാം ഭഗവത് പാതാരവിന്ദങ്ങളിൽ അർപ്പിച്ച് സർവം കൃഷ്ണാർപ്പണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പാപഫലങ്ങളൊന്നും ഏൽക്കില്ല. അത് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നേരത്തെ അങ്ങനെയല്ല. വളരെ മനുഷ്യാണ സഹസ്രേഷു, വളരെ കുറച്ച് പേർക്ക് ഇത് കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അല്ലെ? അപ്പൊ അവരെന്ത് ചെയ്തു? ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരുന്നു, ഭഗവത് സേവനം ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ അവർക്ക് കർമ്മഫലങ്ങളൊന്നും ഏൽക്കില്ല. അങ്ങനെയുള്ള സമയത്ത് ചെയ്തുകൊണ്ടിരുന്നവരാണ് ഇന്നിപ്പം പുണ്യഫലങ്ങളൊക്കെ ആസ്വദിക്കുന്നത്. പക്ഷെ അവർക്ക് കൃഷ്ണനുമായിട്ടുള്ള ബന്ധമൊന്നുമില്ല. അപ്പൊ വിചാരിക്കും, നമ്മൾ പറയില്ലേ, വളരെ ഭൗതിക അവസ്ഥയിൽ ജീവിക്കുന്നവർക്ക്, അവർക്ക് ദൈവവിചാരമില്ല, അല്ലെങ്കിൽ നാമം ജപിക്കുന്നില്ല, അവരൊക്കെ നല്ല രീതിയിൽ കഴിയുന്നു. പക്ഷെ അവർ നേരത്തെ ചെയ്തു വെച്ച ആ കർമ്മത്തിന്റെ ഫലമാണ് ഇവരിപ്പോൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ആ ഭഗവാന്റെ ആ നിർബന്ധമായിട്ടൊരു കൃഷ്ണ സംബന്ധം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സത്സംഗത്തിലൂടെയും നാമജപത്തിലൂടെയും ഭഗവത് പാരായണത്തിലൂടെയും ഇപ്പോഴും മനസ്സിൽ ഭഗവാന്റെ സ്മരണ നിലർത്തി കഴിഞ്ഞാൽ നമുക്ക് കണ്ണിൽ കൊണ്ടുള്ളത് പിരിയത്തി കൊണ്ടുപോകും. ആ നേഹാവിക്രമൻ ആശ്വസ്തി പ്രത്യുവായന സ്വൽപ്പതേ സ്വൽപ്പമഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോഭയാ. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിലാണ്. അപ്പൊ എന്താ പറഞ്ഞാൽ, നമുക്ക് കൂടുതൽ ഭക്തിയോട് അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കാഠിന്യത്വം, ഈ നമുക്ക് അപകടങ്ങളുടെ, അല്ലെങ്കിൽ അതാ പറഞ്ഞ കണ്ണിൽ കൊള്ളേണ്ട പിരിയത്തി കൊണ്ടുപോകും. നമുക്ക് ഇത് വിധിക്കേണ്ട ഓരോ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കുറച്ച് കട്ടി കുറയുന്നു. അതാണ് കാഠിന്യത്വം കുറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കൃഷ്ണനെ നമ്മൾ നിർബന്ധമായിട്ടും ആശ്രയിക്കണം. കാരണം ഭഗവാൻ മാത്രമേ മുക്തിദായകൻ, മുകുന്ദൻ, ഭഗവാൻ മാത്രമേ ഇതെല്ലാം സാധിക്കുകയുള്ളൂ. ആ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഷഡ് ഐശ്വര്യ രൂപങ്ങളുണ്ട്. എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാന്റെ അടുത്താണ്. വേറെ ഏത് ദൈവത്തിനെ പ്രാർത്ഥിച്ചാലും നമുക്ക് എന്താ പറഞ്ഞ പെട്ടെന്നുള്ള അനുഭവങ്ങൾ ചിലപ്പോൾ കിട്ടും. പക്ഷെ ഭഗവാൻ മാത്രമേ മുക്തി തരാനുള്ള കഴിവുള്ളൂ. മുക്തിദായകൻ, മുകുന്ദൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കിട്ടും. നമുക്ക് വേണ്ടത് എന്താണോ ഭഗവാൻ തന്നുകൊണ്ടിരിക്കും. അതാണ്. അപ്പൊ ഹേ കൃഷ്ണ, ഹേ സർവ ധർമ്മജ്ഞ, നിന്റെ സംബന്ധികളായ ഞങ്ങൾ ദുഃഖിക്കാൻ അർഹിക്കുന്നില്ല എന്നാ പറയണത്. അപ്പൊ നമുക്ക് അങ്ങനെ സംബന്ധമായിരിക്കുന്നവർക്ക് ആ ദുഃഖത്തിന് അർഹരല്ല അവരെന്നാ. തീർച്ചയായും ഞങ്ങൾ നീയാവുന്ന നാഥനോട് കൂടിയവരും നിന്നെ മാത്രം ആശ്രയിച്ചുള്ളവരുമാണെന്നോ, അല്ലേ? ഭഗവാനെ ആശ്രയിച്ചുള്ളവരാണ് എന്നവര് ഈ ഞങ്ങളെ രക്ഷിക്കൂ, ഈ കാട്ടുതീയിൽ നിന്ന്, ഈ ദാവാഗ്നിയിൽ നിന്ന് രക്ഷിക്കൂ എന്നാ പറഞ്ഞത്. നമ്മളും നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന കാട്ടുതീ പോലെ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ആ ദാവാഗ്നി, അല്ലെങ്കിൽ ശോക മോഹ ഭയങ്ങളെല്ലാം മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാനെ ആശ്രയിക്കണം, ഭഗവാന്റെ നാമം ജപിക്കണം. ഭഗവാനെ ആശ്രയിച്ചാൽ മാത്രം ഭഗവാൻ ഇതിനെ ആ കാട്ടുതീ ഭഗവാൻ നോക്കിയാൽ മതി, കെട്ടിടങ്ങും, ആ വിഴുങ്ങും കാട്ടുതീയെ. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. വാചോ നിശമ്യ കൃപണാം ബന്ധുനാം ഭഗവാൻ ഹരി നിമീലിയതേ മാം ഭൈഷ്ടലോപാൻ അന്യത്തെ ഭാഷത എന്നാ പറഞ്ഞത്. ബന്ധുക്കളായ ഗോപന്മാർ ഇപ്രകാരം വളരെ ദുഃഖത്തോട് പറയുന്ന വാക്കുകൾ കേട്ടപ്പോൾ ഭഗവാൻ ശ്രീഹരി ഭയപ്പെടേണ്ട, എല്ലാവരും കണ്ണുകൾ അടയ്ക്കുവാൻ പറഞ്ഞു. അതാണ് ഭഗവാൻ പറഞ്ഞെന്താ, കണ്ണുകൾ അടയ്ക്കൂ, ഒരു നിമിഷത്തേക്കെന്നാ പറഞ്ഞു. തദേതി മിലിതാശേഷു ഭഗവാൻ അഗ്നിമൂലബണം പീത്വാമുഖേന താൻ കൃച്ഛ യോഗധീശോ വ്യോമചായാത്. ഭഗവാൻ കൽപ്പിച്ചിരുന്ന അനുസരിച്ച് ഗോപന്മാരെല്ലാം കണ്ണുകൾ പൂട്ടി നിന്നു. ഭഗവാൻ കൃഷ്ണൻ ഭയങ്കരമായ ആ അഗ്നിയെ തൻ്റെ മുഖം കൊണ്ട് പാനം ചെയ്തു എന്നാണ്. അതാണ് ദാവാഗ്നി. ഈ അഗ്നിയെ പാനം ചെയ്യൂ, കുടിച്ചു, അവരെ സങ്കടത്തിൽ നിന്ന് മോചിപ്പിച്ചു. അപ്പൊ ഭക്തന്മാരെ സങ്കടത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറഞ്ഞത് ആ തീയെ വിഴുങ്ങുക, കുടിക്കുക, അഗ്നിയെ. ഭഗവാൻ എന്താ ചെയ്ത, അഗ്നിയെ ഇങ്ങനെ പാനം ചെയ്തിട്ട് എന്ന്
അഗ്നി പാനം ചെയ്തു എന്ന് സംശയിക്കേണ്ട. പരമാത്മാവായ ശ്രീഹരിയുടെ മുഖത്തിലാണ് അഗ്നി സ്ഥിതി ചെയ്യുന്നത്. അതിന് യാതൊരു സംശയവുമില്ല. ഭാഗവതം, ശാസ്ത്രം, പ്രമാണമൊക്കെ പറയുന്നുണ്ട്. ഭഗവാന്റെ ഹരിയുടെ, അതായത് മുകുന്ദന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ മുഖത്താണ് അഗ്നി സ്ഥിതി ചെയ്യുന്നതെന്നാണ്. ആ അഗ്നിയെ തന്റെ മുഖത്തിലേക്ക് ആവാഹിച്ചെടുത്തു. അതാ ഈ കാട്ടുതീയിൽ നിന്ന് അഗ്നിയെ ഈ ഈ ബാലഗോപാലന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പശുക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അഗ്നിയെ ആവാഹിച്ചെടുത്തെന്നാ പറഞ്ഞത്. തതശ്ച ക്ഷീണ്യോന്യൂലം പുനർഭാണ്ഡീരമാമിതാം നിശാമ്യ വിസ്മിത ആസന ആത്മാനം ഗാച്ഛമോചിത. എന്താ ഇത്? അനന്തരം ഭഗവാൻ സ്വമായാശക്തി കൊണ്ട് എല്ലാ ഗോപന്മാരെയും പശുക്കളെയും ഭാണ്ഡീരകം എന്ന ആൽമുര ചുവട്ടിൽ എത്തിച്ചു. ആ കാടിന്റെ അല്ലെങ്കിൽ ആ വനത്തിന്റെ പേരും ഭാണ്ഡീരകം തന്നെയാണ്. അപ്പൊ ഭാണ്ഡീരകം എന്നാൽ ആൽമര എന്ന ഒരു ആലിന്റെ പേരാണിത്. ആൽമര ചുവട്ടിൽ എത്തിച്ചു. അവരെല്ലാം കൺമിഴിച്ചപ്പോൾ തങ്ങളും പശുക്കളും മോചിക്കപ്പെട്ടവരായി കണ്ടു. കണ്ടോ? എല്ലാ പശുക്കളെയും ഗോപാൽമാരെയും ഇതിൽ നിന്ന്, ആ തീയിൽ നിന്ന്, അഗ്നിയിൽ നിന്ന് രക്ഷിച്ചു ഭഗവാൻ. വിസ്മയപ്പെട്ടവരായി തീർന്നു. അവർ ഭയങ്കര വിസ്മയപ്പെട്ടു പോയി ഇതൊക്കെ കണ്ടപ്പോ. കൃഷ്ണസ്യ യോഗവീര്യാം തദ് യോഗമായാനുഭാവിതം ഭാവാഗ്നേരാത്മനാം ക്ഷേമം വീക്ഷ്യതേ മേനിരാമരം. യോഗമായ പ്രഭാവത്താല്, യോഗമായ കൊണ്ട് അല്ലെങ്കിൽ അത് കൊണ്ട് സിദ്ധിച്ചിരിക്കുന്ന ശ്രീകൃഷ്ണന്റെ ആ അപൂർവ പ്രഭാവത്താലാണ് തങ്ങൾ കാട്ടുതീയിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് ഗോപന്മാർ തീർച്ചയായും ഭഗവാന്റെ ോടുള്ള വിശ്വാസം കൊണ്ടാണ്. അല്ലെങ്കിൽ ഭഗവാൻ ഇതൊക്കെ ചെയ്ത് നമ്മളെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മളെ രക്ഷിക്കും എന്നുള്ള ആ ഒരു അതാണ് കൃഷ്ണ മഹാവീര ഹേ രമാമിത വിക്രമാഭവ ദാവാഗ്നി ദഹ്യമാനാൻ പ്രപന്നാസ്തു തതോർ മഹാനാമം. അപ്പൊ ആ ദാവാഗ്നിയിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് കാട്ടുതീയിൽ രക്ഷപ്പെട്ടതായ ഗോപന്മാർ എന്താ തീർച്ചയാക്കിയിട്ട്? ശ്രീകൃഷ്ണൻ സാധാരണ ഒരു മനുഷ്യനല്ല, മരണരഹിതമായ മഹേശ്വരനാണെന്നും ചിന്തിക്കുകയും ചെയ്തു. അതാണ് സർവലോക മഹേശ്വരം. അതാണ് സർവലോകത്തിന്റെയും മഹേശ്വരനായ എന്താ പരമദൈവത്വ പുരുഷനാണ് ശ്രീകൃഷ്ണൻ എന്നവർക്ക് മനസ്സിലായി. ഗാം സന്നിവൃത്യ സായന്യേ സഹരോ രാമോ ജനാർദ്ദന വേണും വിരണയൻ ശ്രേഷ്ഠ ഗോപൈരഭിഷ്ടുത. ബലരാമനോടൊപ്പം ശ്രീകൃഷ്ണൻ സായാഹ്നത്തിൽ പശുക്കളെയും തെളിച്ചുകൊണ്ട് ഗോകുലത്തിൽ ഇങ്ങനെ പ്രാപിക്കുകയാണ്. അപ്പൊ യാത്രയിൽ ഉടനീളം അന്ന് ഭഗവാൻ കാട്ടിയ അത്ഭുത ലീലയെ കുറിച്ച് പാടുകയും സ്വസ്ത്രം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ആരാ? ബലരാമൻ. തിരിച്ചു പോവുകയാണ് അവര്. ഭഗവാനാവട്ടെ തന്റെ വരവിനെ അറിയിക്കുന്നതിന് ഉച്ചത്തിൽ വേണുഗാനം മുഴക്കണം. ഭഗവാനും മോശമല്ല. ഭഗവാൻ എന്ത് ചെയ്തു? വേണുഗാനം മുഴപ്പി, ഞാനിതെല്ലാം ജയിച്ചു കഴിഞ്ഞു, ഞാനിതാ ഭക്തന്മാരെ രക്ഷിച്ചു എന്നുള്ള ആ ഒരു ഇതില് ഭഗവാൻ വേണുഗാനമൊക്കെ മുഴക്കിക്കൊണ്ട് തന്റെ ഭക്തന്മാരെയൊക്കെ അനുഗ്രഹിച്ചുകൊണ്ട് സഞ്ചരിച്ചു പോവുകയാണ്, തിരിച്ചു പോവുക. പശുക്കളെയൊക്കെ രക്ഷിച്ചു, തീയിൽ നിന്ന് എല്ലാവരും രക്ഷിച്ചു എന്നുള്ള രീതിയിൽ. ഗോപിനാം പരമാനന്ദ അസിത് ഗോവിന്ദ ദർശനേ ക്ഷണം യുഗശതമേവ യാസാമ്യേന വിനാഭവ. അങ്ങനെ വ്രജത്തിലെ ഗോപസ്ത്രീകൾക്ക് ശ്രീകൃഷ്ണ ദർശനം ഇല്ലാതിരിക്കുന്ന ആ ക്ഷണനേരം അനേക യുഗങ്ങൾ പോലെ അനുഭവപ്പെട്ടിരുന്നു. അവർ കൃഷ്ണനെ കണ്ട മാത്രയിൽ തന്നെ ആനന്ദത്തിൽ ആറാടി എന്നാണ്. ഭഗവാൻ ഇതൊക്കെ കഴിഞ്ഞ് വൃന്ദാവനത്തിലേക്ക് തിരിച്ചു ചെന്നപ്പോൾ അവർക്ക് അവർ ഗോപസ്ത്രീകള് അവർക്ക് എന്താ അവർ ചിന്തിച്ചത്? ആ ഭഗവാൻ വൃജത്തിലെ ഗോപസ്ത്രീകൾക്ക് ശ്രീകൃഷ്ണൻ ദർശനം ഇല്ലാതിരുന്ന ആ ഒരു ക്ഷണനേരം അവർക്ക് എന്താ അനുഭവപ്പെട്ടത്? അനേക യുഗങ്ങൾ പോലെ അനുഭവപ്പെട്ടെന്നാവുന്നത്. ഒരു നിമിഷം മാറി നിന്നപ്പോ കൃഷ്ണനെ കണ്ട മാത്രയിൽ പരമാനന്ദത്തിൽ ആറാടി. അവര് നൃത്തം ചവിട്ടി ഭഗവാന്റെ വരവും കാത്തിങ്ങനെ ഇരിക്കുകയാണ് ആ വൃന്ദാവനത്തില്. ഇതൊക്കെ ഇങ്ങനെ ഈ ഇവര് ഈ ദാവാഗ്നി ഭഗവാൻ ഇങ്ങനെ മുഖം കൊണ്ട് ഇങ്ങനെ വിഴുങ്ങി എന്നിട്ട് അവരെയൊക്കെ രക്ഷിച്ചു. അങ്ങനെ തിരിച്ച് ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് വരുമ്പോൾ ഗോപസ്ത്രീകളെല്ലാം കൂടി ഭഗവാനെ വരവേൽക്കുകയും ആനന്ദാമൃതം കൊണ്ട് ഭഗവാന്റെ ആ ഒരു കളികളൊക്കെ കേട്ടും ഓടക്കുള്ളിൽ വീഴുന്ന നാദങ്ങളിലൂടെ അവർ രസിച്ച് നിന്നു എന്നാ പറയുന്നത്. ഇതാണ് ഈ കാര്യങ്ങളാണ് ഇന്നത്തെ ശ്ലോകത്തിൽ ഉള്ളത്. വളരെ ചെറിയൊരു ശ്ലോകമാണെന്ന്. എന്നാൽ നമുക്ക് കൃഷ്ണ ബുക്കിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതിന് കുറച്ചും കൂടെ വിശദമായിട്ടുണ്ട്. അതാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന്
19ാമത്തെ അധ്യായമാണ്. കറണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. പോയി കഴിഞ്ഞാൽ ദാവാഗ്നി പാനം ചെയ്തു എന്നാ പറഞ്ഞത്. ദാവാഗ്നി അഗ്നിയെ പിടിച്ചു ഒറ്റ നോട്ടത്തിൽ. എന്നിട്ട് ഇവരെ ഗോപാലന്മാരെയും പശുക്കളെയൊക്കെ രക്ഷിച്ച കാര്യമാണ് ഈ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ദാവാഗ്നി പാനം തന്നെയാണ് ഈ കഥ, ഇതിന്റെ പേര്. കാട്ടുതീയിൽ നിന്ന് പശുക്കളുടെയും പശുപാലന്മാരെയും രക്ഷിച്ച്. അതാണ് ഇന്നത്തെ കഥ. നോക്കട്ടെ ഒന്നുകൂടെ എന്തെങ്കിലും അഡീഷണൽ. തീർന്നിട്ടില്ല, ക്ലാസ് തീർന്നിട്ടില്ല, സമയമുണ്ട്. ഭഗവത്ഗീത വായിക്കുന്നുണ്ടോ? അതോ ഭഗവത്ഗീത പ്രഭു പറഞ്ഞു ഭഗവത്ഗീത കുറച്ച് അവർ വായിക്കുന്നു. അതായത് ഗോപിമാരൊക്കെ കൃഷ്ണൻ വനത്തിലായിരുന്നപ്പോൾ പകൽ മുഴുവൻ ഗോപിമാർ കൃഷ്ണനെ കുറിച്ച് ആണ് ചിന്തിച്ചിരുന്നത്. ഭഗവാന്റെ അഭാവത്തിൽ ഓരോ നിമിഷവും 12 വർഷം പോലെയാണ് അവർക്ക് അനുഭവപ്പെട്ടതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭഗവാന്റെ ഒരു തിരിച്ചു വന്നപ്പോൾ അവർക്കുണ്ടായ സന്തോഷം വളരെ 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 സന്തോഷവും, ആ ഓരോ നിമിഷവും 12 വർഷം ആ ഭഗവാൻ ഇങ്ങനെ അവിടുന്ന് മാറി നിന്നപ്പോൾ ഒരു നിമിഷം 12 വർഷം പോലെയാണ് അനുഭവപ്പെട്ടത്. അത്രയും ആ ഭഗവാന്റെ വിരഹ ദുഃഖം ഭഗവാൻ മാറി നിന്നിട്ടുള്ള ഗോപികമാർക്ക് അനുഭവപ്പെട്ട കാര്യത്തെ പറ്റിയും ദാവാഗ്നി പാനം ചെയ്ത വിവരങ്ങളെ പറ്റിയൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമുക്കിതിൽ നിന്നുള്ള ഒരു ആപ്ലിക്കേഷൻ പാർട്ട്, അല്ലെങ്കിൽ എന്താണ് ഈ കഥയിലെ തത്വം എന്ന് പറഞ്ഞാൽ, ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ എപ്പോഴും ഭക്തന്മാരെ രക്ഷിക്കും. അതാണ് വേണ്ടത്. ഭഗവാൻ ഭക്തവത്സലനാണ്. ആ ഭക്തവത്സലനായ ഭഗവാനെ എപ്പോഴും ആശ്രയിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ആ ഭക്തന്മാരെ കൈവിടില്ല. ഭഗവാൻ എല്ലാവരും ഒരുപോലെയാണ്. എന്താ, നാമം ജപിക്കുന്നവരും അല്ലെങ്കിൽ സൂമിൽ കയറി ഇത് കേൾക്കണവരും കേൾക്കാത്തവർക്കൊക്കെ ഭഗവാൻ ഒരുപോലെ കാണും. പക്ഷെ ഭഗവാൻ പറയുന്നുണ്ട്, സമോഹം സർവഭൂതേഷു നമോദ്ദേശു അസ്തിനപ്രിയ ഹേ ഭജന്തേതു മാംഭക്തിയ മയി തേ തീർച്ചാപ്യോ. എന്നെ ആര് എൻ്റെ കീർത്തനങ്ങൾ ആര് ചെയ്യുന്നു, എൻ്റെ നാമം ആര് ജപിക്കുന്നു, എൻ്റെ സത്സംഗം ഉള്ളപ്പോൾ സൂമിൽ ആരാണോ കയറുന്നത്, എന്താ അവർ പറഞ്ഞ ഹേ ഭജന്തേത് മാംഭക്തിയ, എന്നെ ആര് ഭജിക്കുന്നു അവരോട് എനിക്ക് അല്പം താല്പര്യം കൂടുതലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ അതാണ്, അങ്ങനെയുള്ള ഭഗവാന്റെ ആശ്രയമാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ആരുടെയെങ്കിലും ആശ്രയം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഭൗതിക കാര്യങ്ങൾക്കായാലും നമ്മൾ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ആശ്രയം വേണ്ടേ? പക്ഷെ എല്ലാ കാര്യവും നടത്തുന്ന ഷഡൈശ്വര്യ ഉള്ള എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാന്റെ അടുത്താണ്, വേറെ ആരുടെ അടുത്തുമില്ല. ഭഗവാനുള്ളത് 66 ക്വാളിറ്റീസാണ്. അപ്പൊ ഇത്രയും ഐശ്വര്യമുള്ളതാണ് നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഗുരുവായൂരപ്പൻ, മുകുന്ദൻ എന്ന് പറയുന്നത്. അപ്പൊ ആ മുകുന്ദനെ ആശ്രയിച്ചാൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യവും നടക്കാനും അതുപോലെ തിരിച്ച് ഭഗവദ്ധാമത്തിൽ ഈ ജന്മത്തിലോ അടുത്ത ജന്മത്തിലോ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആ പദവി എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമാണ്. എന്താ പറയുക, നമ്മളെപ്പോഴും പറയാറില്ലേ, ഒരു വൃക്ഷത്തിന്റെ ചോട്ടിൽ വെള്ളമൊഴിക്കുകയാണെങ്കിൽ അതിന്റെ ഇലകളിലും പച്ച ഇലകളും ഒക്കെ എത്തിച്ചേരും. അതിന് മേളിൽ മോളിൽ കയറി ആരെങ്കിലും വെള്ളം ഒഴിക്കുക? പ്ലാവ് നട്ട് വളർത്ത് വന്ന് മോളിൽ കയറി ആരെങ്കിലും വെള്ളം ഒഴിക്കുക? ഇല്ലല്ലോ. താഴെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശിഖരങ്ങളിലൊക്കെ പോയി അതിൻ്റെ പിന്നെ അടുത്ത സമയമാകുമ്പോൾ ചക്കകൾ നിറച്ചുണ്ടായി കിടക്കും. അതുപോലെ ഭഗവാനെ നമ്മൾ നാമം ജപിച്ചും ഭഗവാനെ പ്രീതിപ്പെടുത്തണമെന്നുള്ള പറഞ്ഞത്. സംസിദ്ധിർ ഹരിദോഷണം, ഹരിയെ പ്രീതിപ്പെടുത്തുക. അപ്പൊ ഹരിയെ എങ്ങനെ പ്രീതിപ്പെടുത്തുക? എപ്പോഴും നമ്മൾ ഭഗവാന്റെ നവവിധ ഭക്തി, നാമജപം, മറ്റുള്ള സേവനങ്ങൾ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള മഹാമന്ത്രം ജപിക്കുകയും അതിലൂടെ നമുക്ക് ഭഗവാന്റെ ആ പ്രീതി പിടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഭഗവാൻ ഭക്തന്മാർക്ക് കൊടുക്കുന്ന ഓരോ ഗുണങ്ങളാണ്. കാരണം ഭഗവാൻ ഭക്തവത്സലനാണെന്നാണ് പറഞ്ഞത്. ഭക്തനെ എപ്പോഴും രക്ഷിച്ചുകൊണ്ടിരിക്കും. നമ്മളോട് നിഴല് പോലെ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. അത് അനുഭവപ്പെട്ടുള്ളവർക്കറിയാം. അത് ഭഗവാന്റെ നാമം ജപിച്ചും ഭഗവത് സേവനങ്ങൾ നേരിട്ട് ഭഗവാൻ അവതരിച്ച് നമുക്ക് വന്നിട്ട് കാര്യം നടത്തി തരില്ല. അപ്പൊ ഏതെങ്കിലുമായിട്ടുള്ള കാര്യത്തിലൂടെ
പലരും ഭഗവാൻ പറഞ്ഞ അഹം സർവത്തിൽ പോകും, ഞാൻ എല്ലായിടത്തും ഉണ്ട്. ചിലപ്പോൾ ഒരു വേറൊരു കുട്ടിയെ കൊണ്ടായിരിക്കും നമുക്ക് ഉപകാരപ്പെടുന്നത്. അത് ഭഗവാന്റെ ആ ഒരു സേവനാണത് എന്നും വിചാരിക്കണം. കാരണം എല്ലായിടത്തും ഭഗവാനുണ്ട്. അഹം സർവസ്യ പ്രഭോ എന്നാണ്. അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ കലിയുഗത്തിൽ നിരീശ്വരവാദികളുടെ ആളുടെ ആ വ്യാജ യുക്തികൾ വൈദിക നിർദ്ദേശങ്ങളെ ഖണ്ഡിക്കുന്നത് പോലെ ഇന്ദ്രൻ മഴ ചൊരിയവേ ജലപ്രവാഹങ്ങൾ കൃഷിയിടങ്ങളിൽ തടയണകളൊക്കെ ഭേദിച്ചു. അപ്പോൾ അതുപോലെ നമുക്ക് ഭഗവാനോടുള്ള ഒരു അടുപ്പം, ഒരു നിർബന്ധമായിട്ടൊരു കൃഷ്ണ സംബന്ധം വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതുമായിട്ടുള്ള ഒരു തിരിച്ചറിവ് കിട്ടുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതും ചിന്തിക്കുന്നതും. കൃഷ്ണസ്യ യോഗവീര്യം തദ്യോഗമായ അനുഭാവിതം ദാവാഗ്നേര ആത്മനാക്ഷേമം വീക്ഷതേ മേനിരേ മരം എന്നാണ് പറയുന്നത്. ഭഗവാന്റെ അന്തരംഗ ശക്തിയിൽ നിന്നുണ്ടായ മായിക ശക്തി കാരണമാണ് ഞങ്ങൾ കാട്ടുതീയിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന് കണ്ടപ്പോൾ ഗോപാലന്മാർ കൃഷ്ണനെ ഒരു ദേവനായി കരുതിയെന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ദേവനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. പിന്നെന്താ, ഭഗവാൻ ഗോവിന്ദൻ തിരിച്ചെത്തിയത് കണ്ടപ്പോൾ യുവതികളായ ഗോപികമാർ അത്യധികമായ സന്തോഷമുണ്ടായി. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഓരോ നിമിഷവും അവർക്ക് 100 യുഗങ്ങൾ പോലെയാണ് അനുഭവപ്പെട്ടത്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആ അഗ്നിയെ കെടുത്തുന്നതിനും നമ്മൾ ആരെയാണ് ആശ്രയിക്കേണ്ടത്? ഭഗവാനെ തന്നെ ആശ്രയിക്കണം. അല്ലാതെ വല്ല രക്ഷയുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും കഴിവുണ്ടോ? അല്ലെങ്കിൽ ശക്തിയുണ്ടോ? എല്ലാം ഞാനാണെന്ന് പറയുന്നവർക്കൊക്കെ എന്തെങ്കിലും പറ്റുമോ? ഈ കലിയുഗത്തിലെ ഈ കാര്യങ്ങളിൽ നിന്ന് മോക്ഷം കിട്ടാനും അല്ലെങ്കിൽ നമുക്ക് ഭഗവാനുള്ള ആ ബന്ധം, അല്ലെങ്കിൽ മഴ പെയ്ക്കാനുള്ള കഴിവുണ്ടോ ആർക്കെങ്കിലും? അല്ലെങ്കിൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ടോ? ഇതെല്ലാം എവിടുന്നാണ് കിട്ടിയത്? ഭഗവാന്റെ ഒരൊറ്റ കാര്യത്തിൽ നിന്നാണ് ഇതെല്ലാം കിട്ടിയത്. അപ്പം അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ ആശ്രയിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറയണത് എപ്പോഴും ഭഗവാനുമായിട്ടുള്ള ബന്ധം നിലനിർത്തുക. അതിനായിട്ടുള്ള നമ്മൾ ചെയ്യുന്ന 16 മാല ജപിക്കുക, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള മഹാമന്ത്രം എപ്പോഴും ജപിക്കുക. കൂടാതെ നമ്മൾ ഭഗവത് സേവനങ്ങൾ നിരന്തരമായി സതതം കീർത്തയന്തോ മാം യദന്തശ്രദൃഢാവൃത സമസ്യന്തശ മാം ഭക്ത്യ നിത്യയുക്ത ഉപാസേ. എപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കണം. അതിനുള്ള വേണ്ടിയിട്ട് നമുക്ക് എല്ലാ സാഹചര്യങ്ങളും തന്നിട്ടുണ്ട് ഈ കലിയുഗത്തിൽ. ചൈതന്യ മഹാപ്രഭു നമുക്ക് ചേതോ ദർപ്പണം ആർജനം ഭവമഹാദാവാഗ്നി നിർവാപനം ശ്രേയാ കൈരവ ചന്ദ്രികാ വിതരണം വിദ്യാവതോർജീവനം ആനന്ദാംബുതി വർദ്ധനം പ്രതിപദം പൂർണ്ണാമൃതാസ്വാദനം സർവാത്മാ ശ്രവനം പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം. അപ്പോൾ വർഷങ്ങളായിട്ട് അടിഞ്ഞുകൂടിയിട്ടുള്ള കൊടിപടലങ്ങൾ മാറ്റി ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതും ജനമരണ പ്രവൃത്തിയുടെ അഗ്നിയെ ശമിപ്പിക്കുന്നതുമായ, അതാണ് നമ്മുടെ ഉള്ളിലുള്ള എന്താണ് ജനന മരണ പ്രവൃത്തിയാണ് മൊത്തം ഇവിടെയൊക്കെ. അതിനെ ശമിപ്പിക്കുന്നതുമായ ശ്രീകൃഷ്ണ സങ്കീർത്തനം വാഴ്ത്തപ്പെടട്ടെ. ആ സങ്കീർത്തന പ്രസ്ഥാനം മനുഷ്യവർഗത്തിനൊട്ടാകെ പരമപ്രധാനമായ പറഞ്ഞോ ശ്രീകൃഷ്ണ പരമപ്രധാനമായ അനുഗ്രഹമാകുന്നു. എന്തുകൊണ്ടെന്നാൽ അത് അനുഗ്രഹചന്ദ്രന്റെ കിരണങ്ങൾ വിതറുന്നതാണ്. അത് ആധ്യാത്മിക ജ്ഞാനത്തിന്റെ കിരണങ്ങൾ വിതറുന്നതാണ്. അതെല്ലാ ആധ്യാത്മിക ജ്ഞാനത്തിന്റെയും ജീവനാകുന്നു. അത് നാം ഏതൊന്നിനു വേണ്ടിയിട്ട് സദാ ഉത്സുകരായിരിക്കുന്നുവോ ആ ദിവ്യ അമൃതം മതിയാവോളം നുകരാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. അപ്പൊ നമുക്കിതപ്പോ ഒരു രുചിയുള്ളതുകൊണ്ടല്ലേ നമുക്ക് ഇത്രയും ആൾക്കാർ എല്ലാ സമയവും എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് നമുക്ക് സൂമിൽ കയറിയിരിക്കുന്നത്, അല്ലേ? ഭഗവാനോടുള്ള ഒരു രുചി, അല്ലെങ്കിൽ ഭഗവത് നാമജപത്തുള്ള ഭഗവത് കഥയോടുള്ള ഒരു രുചി. അപ്പൊ ആ രുചി വരണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഭഗവാനോട്ടൊരു ബന്ധം, ഒരു നിർബന്ധേ കൃഷ്ണ സംബന്ധേ അല്ലെങ്കിൽ വരുള്ളൂ. അപ്പൊ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും നമുക്ക് അനുകൂലമാക്കാൻ നമുക്ക് ഭഗവാനെ ആശ്രയിക്കുക തന്നെ വേണം. എൻ്റെ ഭഗവാനെ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് മാത്രമേ ജീവജാലങ്ങൾക്ക് സർവാനുഗ്രഹം അരുളാൻ കഴിവുള്ളതാണ്. നാം കാര്യ ബഹുദാനിജ സർവശക്തിം തത്രാർപ്പിത നിയമിത സ്മരണേന കാല ഏതാദൃശി തവ കൃപാ ഭഗവൻ മമാമി ദുർദൈവമീ ദൃശമിഹ ജനിനാനുരാഗ എന്നാ പറയുന്നത്. എന്താണ്? ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ? എല്ലാരും കേൾക്കുന്നുണ്ടോ? ഓക്കെ.
നമ്മളിപ്പോ എൻ്റെ ഭഗവാനെ അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് മാത്രമേ ജീവജാലങ്ങൾക്ക് സർവ്വ അനുഗ്രഹം ചെയ്യാൻ കഴിവുള്ളൂ. അങ്ങനെ അങ്ങേക്ക് കൃഷ്ണൻ, ഗോവിന്ദൻ എന്നീ പോലെ നൂറുകണക്ക് ലക്ഷക്കണക്കുമായ നാമങ്ങളുണ്ട്. പക്ഷെ ഈ ആധ്യാത്മിക നാമങ്ങളിൽ അങ്ങയുടെ ആധ്യാത്മിക ശക്തി, അതാണ് എല്ലാ ശക്തികളും, നാംനാമകാരി ബഹുതാനിജ സർവശക്തിയും തത്രാർപ്പിത നിയമിത സ്മരണേനകാല, എല്ലാ ശക്തികളും ആ നാമത്തിൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ എല്ലാ എന്താ പറയുക, ഒറ്റമൂലി അടിക്കണില്ലേ? സർവോപാധി വിനിർമുക്തം തത്പരത്തേന നിർമ്മലം ഋഷികേണ ഋഷികേശ സേവനം. അപ്പൊ ഋഷികേശൻ ആരാ? ഭഗവാൻ ശ്രീകൃഷ്ണൻ. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കൊണ്ട് ഭഗവാനെ സേവിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും സേവിച്ചു കഴിഞ്ഞാൽ, അതാണ് നമുക്ക് അതാണ് ആധ്യാത്മികമായിട്ടുള്ള ആ നാമങ്ങളിൽ അങ്ങയുടെ ആധ്യാത്മിക ശക്തി എല്ലാം നിക്ഷേപിച്ചിരിക്കുകയാണ്. ഒറ്റമൂലിയാണത്. ഏത് അസുഖത്തിനും ഒറ്റമൂലിയില്ലേ? മഞ്ഞപ്പിത്തം വന്ന ഒരൊറ്റമൂലി കഴിക്കില്ലേ? അതേപോലെ എല്ലാ അസുഖങ്ങൾക്കുള്ള ഒരൊറ്റമൂലിയാണ് ഭഗവാന്റെ നാമജപം. ഹരേ നാമ ഹരേ നാമ ഹരേ നാമൈവ കേവലം കലോ നാസ്തേവ നാസ്തേവ ഗതിരന്നത എന്നാണ്. വേറെ ഒരു ഗതിയില്ല ഈ കലിയുഗത്തിൽ ഭഗവത് നാമജപമല്ലാതെ. അതാണ് ഇപ്പോൾ ശ്രീമദ് ഭാഗവതത്തിലൂടെയും ആചാര്യന്മാരിലൂടെയും നമുക്ക് വിളിച്ചു പറയുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ കലിയുഗത്തിൽ ഏറ്റവും നാമസങ്കീർത്തനം, ഹരിയുടെ ഗർജനം കേൾക്കുന്ന മാത്രയിൽ സർവ്വ പാപങ്ങളും ഹനിച്ചു പോകുന്നതാണ്. അപ്പൊ എല്ലാ പാപങ്ങളെയും നശിപ്പിക്കാനുള്ള ഒരേ ഒരു വഴി നമുക്ക് ആശ്രയമുള്ള ഭഗവാന്റെ തിരുനാമം ജപിക്കുക. അതാണ് നമുക്ക് എല്ലാത്തിൻ്റെ ഉള്ള ഒറ്റ മറുപടി എന്ന് പറയുന്നത്. അതേപോലെ ആ നാമത്തിൽ എല്ലാ ശക്തികളും, എല്ലാ അനുഗ്രഹവും തരാനുള്ള കഴിവുണ്ട്, എല്ലാ ശക്തിയിലും അതിനകത്തുണ്ടെന്നാണുള്ളത് ആ നാമത്തിൻ്റെ ഉള്ളിൽ. അതാണ്. പിന്നെന്താ പറയണേ? ന ധനം ന ജനം ന സുന്ദരീം കവിതാം വാ ജഗദീശ കാമയേ മമ ജന്മനി ജന്മനീശ്വരേ ഭവതാത് ഭക്തിർ അഹൈത്തു കീർത്തയേ. ഒരുവൻ എളിമ നിറഞ്ഞ മാനസികാവസ്ഥയോടെ തൃണത്തേക്കാൾ എളിയവനാണെന്ന ചിന്തയോടെ ഭഗവാന്റെ നാമം ജപിക്കണം. അല്ലേ? നമുക്ക് എന്താ കഴിവുള്ളത്? തൃണത്തേക്കാൾ പുല്ല്, തൃണം എന്ന് വെച്ചാൽ പുല്ല്, ആ പുല്ലിനേക്കായാലും തൃണാദപി സുനീചേന തരോരവി സഹിഷ്ണുന, എല്ലാം സഹിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം. അതാണ് നമ്മൾ വീട്ടിലെന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ കൊണ്ട് ക്ഷമിക്കേണ്ടി വരും, സഹിക്കേണ്ടി വരും, വീട്ടിലോ നാട്ടിലോ എവിടെയായിരുന്നാലും. അപ്പം ആ സഹനശക്തി എത്രത്തോളം കൂട്ടുന്നു അതനുസരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കഴിവ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹിഷ്ണുത കൂടി വരും. അപ്പം അതാണ് വേണ്ടത്. അല്ലെങ്കിൽ സന്തോഷം, മനസ്സിലെ സന്താപത്തിന് വഴിയില്ല അപ്പോൾ എന്നാ പറഞ്ഞത്. എളിമ നിറഞ്ഞ മാനസികാവസ്ഥയുടെ തൃണത്തേക്കാൾ എളിയവനാണെന്ന ഞാനെന്ന ഭാവം ഉപേക്ഷിക്കാനാണ്. അഹങ്കാരം, അഹം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം എൻ്റേതാണ്, എൻ്റെ കഴിവാണ്, അല്ലെങ്കിൽ ഞാനാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്, എൻ്റെ വീട്, എൻ്റെ ഭാര്യ, ഇതെല്ലാം ആരുടെ മുതലാണ്? നമ്മളൊക്കെ ടെമ്പററി ആയിട്ടുള്ള ഓണർഷിപ്പേ ഉള്ളൂ. 60, 70, 80, 80, 90 പല ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ആയുസ്സുള്ളിടത്തോളം കാലം നമ്മൾ ഓണർഷിപ്പായിരിക്കും. അത് കഴിഞ്ഞിട്ട് പ്രമാണം മാറ്റി എഴുതേണ്ടി വരും, അല്ലേ? നമ്മൾ ഇത് എഴുതി വെച്ചിട്ടുണ്ടാവും, ഓസ്തി എന്താ പറയണ. അപ്പം അത് പ്രമാണം മാറ്റി മകൻ്റെ പേരിൽ ഇതെൻ്റെ സ്വത്താണ് എന്ന് സ്ഥാപിക്കും മകൻ, അല്ലെങ്കിൽ മക്കള്. അച്ഛൻ്റെ അല്ലെങ്കിൽ മാതാപിതാക്കന്മാരുടെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വത്താവും, ഓസ്യത്ത് എഴുതി വയ്ക്കും. അതേപോലെ അതുകൊണ്ട് നമുക്ക് പരംപിതാവായ ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആശ്രയിക്കണം? എളിമ നിറഞ്ഞ മാനസികാവസ്ഥയോടെ. ഇപ്പൊ ഭഗവാന്റെ അടുത്ത് എപ്പോഴും വളരെ വിനയത്തോടെ, വളരെ ആദരവോടെ, ഭയഭക്തിയോടെ ഭഗവാനെ ആശ്രയിക്കണമെന്നാണ് പറയുന്നത്. പിന്നെന്താ? പരിശുദ്ധ നാമം ഉച്ചരിച്ചുകൊണ്ട് ആ മിഥ്യാബോധം ഒട്ടുമില്ലാതെ, ഒരു മരത്തേക്കാൾ സഹിഷ്ണുത, അല്ലേ? മരം എന്ന് പറയുന്നത് എന്തെല്ലാം വെയിലും ചൂടും തണുപ്പും, ആൾക്കാർ അവിടെ ഇരുന്ന് എന്തെല്ലാം ചെയ്യണം മരത്തിൻ്റെ താഴെ, ഇതെല്ലാം മരം സഹിക്കുകയാണ്. ആരോടും പറയാൻ പറ്റുമോ? അത്രത്തോളം സഹിഷ്ണുതയുള്ള ആയിരിക്കണമെന്നാണ്. പിന്നെന്താ? എല്ലാ ബഹുമാനവും നൽകുവാൻ സന്നദ്ധനായിരിക്കുകയും വേണം. നമ്മൾ ആരെ കണ്ടാലും ബഹുമാനിക്കണം, റെസ്പെക്ട് ചെയ്യണം. ഇനി വല്ല
അവരോട് ഒരു സഹാനുഭൂതി വേണം. മൈത്രം കരുണയവല്ല, ഒരു മൈത്രി ഭാവം വേണം ആരോടും. നമ്മൾ വീട്ടിൽ മാത്രം പോരാ, ഏതൊരു ജീവാത്മാവിനെ കണ്ടാലും. അപ്പൊ അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിലായിരിക്കണം ഭഗവാന്റെ പരിശുദ്ധ നാമം നിരന്തരമായി ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ. പിന്നെന്താ, സർവശക്തനായ ദൈവമേ, എനിക്ക് സമ്പത്താർജിക്കുവാൻ ആശയില്ല. നമുക്ക് എത്ര മുതലുണ്ടാവും, എന്തുമാത്രം സ്വത്തുണ്ടാവും എന്ന് ഭഗവാന് മാത്രമേ ഉള്ളൂ. ന ധനം ന ജനം ന സുന്ദരീം കവിതാം വാ ജഗദീശകാമയേ മമ ജന്മനി ജന്മനീശ്വരേ ഭവതാത് ഭക്തിർ അഹൈത്തുകീത്വയി. എന്താ പറഞ്ഞേ? സർവശക്തനായ ദൈവമേ, എനിക്ക് സമ്പത്താർജിക്കുവാൻ ആശയില്ല. നമുക്ക് കിട്ടാനുള്ള മുതലൊക്കെ കിട്ടും. നമുക്ക് എന്താണോ വിധിച്ചിരിക്കുന്നത് അത് എവിടെയായിരുന്നാലും കിട്ടും. പിന്നെന്താ, എനിക്ക് സുന്ദരികളായ തരുണീമണികളെ മോഹമില്ല. നമുക്ക് സമയമാകുമ്പോൾ വീട്ടുകാർ കല്യാണം കഴിപ്പിച്ചു തരും, ആ തരുണിയും കൊണ്ട് നടന്നോണം. അല്ലാതെ നമ്മൾ ലോകത്തുള്ള എല്ലാ തരുണീമണികളുടെയും പുറകെ ഒന്നും പോകരുതാണ് ഈ പറഞ്ഞതിനർത്ഥം. എനിക്ക് ഏതെങ്കിലും അനുയായികളോ ആവശ്യമില്ല. ജന്മങ്ങൾ തോറും അങ്ങയുടെ ഭക്തിപൂർവ്വ പരിചര്യ മാത്രമേ എനിക്ക് വേണ്ടൂ. ഭഗവാന്റെ ഭക്തിപൂർവക പരിചര്യ, ഭക്തിപൂർവ്വം നമ്മൾ പരിചരിപ്പിക്കണം. അല്ലയോ നന്ദമഹാരാജ സൂനോ, ഞാൻ അങ്ങയുടെ നിത്യദാസനാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഞാൻ ജനന മരണങ്ങളാകുന്ന സാഗരത്തിൽ പതിച്ചിരിക്കുന്നു? ദയവുണ്ടായി എന്നെ സംസാര സാഗരത്തിൽ നിന്ന് കരകയറ്റി അങ്ങയുടെ പാതാരബിന്ദങ്ങളെ പരമാണുക്കളായി ഒന്നായി വയ്ക്കണമേ. അതാണ് നമ്മുടെ എന്താ പറഞ്ഞ, ഐ നന്ദതനുജ കിങ്കരം പതിതാംബാ വിഷമേ ഭവാംബുദോ കൃപയാതവപാദപങ്കജ സ്ഥിതധൂളി സദൃശം വിചിന്തയാ. അതാണ് വളരെ ഈ 8 ശൈതന്യ മഹാപ്രഭു ശിഷ്ടാഷ്ടകം എന്ന പേരിൽ എഴുതിയിട്ടുള്ള ഈ 8 ശ്ലോകങ്ങളിലൂടെ നമ്മൾ ജീവിതത്തിൽ നമ്മുടെ ഓരോ സ്റ്റെപ്പിലും അപ്ലൈ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൃഷ്ണാവബോധം പെട്ടെന്ന് ഉണ്ടാകുകയും അതിലൂടെ നമുക്ക് ആധ്യാത്മിക കാര്യങ്ങൾ കൂടുതൽ രുചിയും അതാണല്ലോ വേണ്ടത്, കൂടുതൽ അനുഭവങ്ങളും അതിലൂടെ കൂടുതൽ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുമെന്നാണ്. അപ്പൊ അല്ലയോ ഗോവിന്ദ, അങ്ങയുടെ വേർപാട് അനുഭവിക്കുക. അതാണ് നയനങ്ങളത് അശ്രുധാരയ വദനം ഗദ്ഗതരുദ്ധയാകിര പുളകൈർനിജിതം വബുക്കഥ തവ നാമഗ്രഹണേ ഭവിഷ്യതി യുഗായുധം നിമിഷേണ ചക്ഷുഷാ പ്രാപിഷായുധം ശൂന്യായുധം ജഗത് സർവം ഗോവിന്ദ വിരഹേണ ആശ്ലിഷ്യ വാപാദരധാം പിനഷ്ടുമാം അദർശനാത്മൻ മഹതാം കരോതുവാം യഥാ തഥാവാവിധതാതുലംബടോ മത്പ്രാണനാഥസ്തു സയേവനാപര. അതായത് ഭഗവാന്റെ ആ പരിശുദ്ധ നാമങ്ങൾ പാടവേ ഞങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ നിരന്തരം പ്രവഹിക്കുന്ന പ്രേമാശ്രുക്കളാൽ അലങ്കൃതമായി തീരുന്നത് എന്നാണെന്ന് ചോദിക്കുന്നത്. നമ്മുടെ കണ്ണിൽ നിന്നും വെള്ളമൊന്നും വരില്ല അല്ലേ? നമ്മളൊക്കെ എത്ര ജപിച്ചാലും എത്ര ഭഗവാന്റെ നാമം ജപിച്ചാലും നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളവും വരില്ല. വരുന്നവരുണ്ട് അത്രത്തോളം ഉയർന്ന തലത്തിൽ ഭക്തി, അല്ലെങ്കിൽ ഭഗവാനെ അത്രത്തോളം പ്രേമഭക്തിയോടെ ചില അമ്മമാരുടെയൊക്കെ കണ്ണിൽ നിന്ന് ഗുരുവായൂർ പോയിക്കുമ്പോൾ കാണാം, ഭഗവാനെ കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ടുള്ളൂ. അപ്പോൾ അവരൊക്കെ എത്രത്തോളം ആ ഭഗവാനെ സ്നേഹിക്കുന്നു, ഭഗവാനെ ആശ്രയിക്കുന്നു എന്നുള്ളത് കാണാം. അപ്പം അങ്ങനെയുള്ള ഭഗവാനെ, അല്ലയോ ഗോവിന്ദ, അങ്ങയുടെ വേർപാട് അനുഭവിക്കേ ഒരു നിമിഷം, ഒരു യുഗമോ അത്യധികമായി എനിക്ക് തോന്നുന്നു. എൻ്റെ നേത്രങ്ങളിൽ നിന്ന് പെരുമഴ പോലെ കണ്ണുനീർ പ്രവഹിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യമല്ലാതെ ലോകത്തിലെല്ലാം ശൂന്യമായി അനുഭവപ്പെടുന്നു. ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലേ അവിടെ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടും. ഭഗവാന്റെ ആ ഒരു ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ആ തിരിച്ചറിവ് കിട്ടണമെങ്കിൽ നമ്മൾ ദിനംതോറും ഭഗവാനുമായിട്ടൊരു ബന്ധം വേണം. അതിന് നാമജപം, സത്സംഗം, ഭഗവത്ഗീത, ഭാഗവതം, ഇതെല്ലാം ഡെയിലി കുറച്ചെങ്കിലും, എല്ലാം കൂടെ പാണ്ഡിത്യം ഉണ്ടാക്കാനല്ല പറയണത്, എല്ലാ ദിവസവും ഭഗവാനുമായിട്ടുള്ള ഭഗവാൻ മെയിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് നാമജപം കലിയുഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ശ്രവണം, ശ്രദ്ധ, അതിനാണ് ഭക്തിയോട് ഒരു ശ്രവണവും വേണം. പിന്നെ പറയുന്ന കാര്യങ്ങൾ, സത്സംഗത്തിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും നമ്മുടെ ഉള്ളിലുള്ള കാമക്രോധ ലോഭ മത മാത്സര്യങ്ങളെല്ലാം മാറാനും ഇങ്ങനെയുള്ള ഒരു ഭാഗവതം, ഭഗവത്ഗീത, ഇങ്ങനെ ശിഷ്ടാഷ്ടമൊക്കെ പഠിക്കാനും വായിക്കാനും കേൾക്കാനും ഇത് നിങ്ങളാരെങ്കിലും വായിച്ചിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ അറിവ്? ശിഷ്ടാഷ്ടകം ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശിഷ്ടാഷ്ടകം എന്ന് പറയും. അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലയോ ഗോവിന്ദ, അങ്ങയുടെ എന്താ മാതാജി? വായിച്ചിട്ടുണ്ട് പ്രഭുജി, കേട്ടിട്ടുണ്ട്. ഹരേ കൃഷ്ണ വായിച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇന്ന് പിന്നെ ദാവാഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യങ്ങൾ പെട്ടെന്ന് തീർന്നുപോയി. അപ്പൊ ഒരു 10 മിനിറ്റ് തീരാറായി സമയം. അപ്പൊ കൃഷ്ണനെ അല്ലാതെ ആരെയും എൻ്റെ പ്രഭുവായി ഞാൻ അറിയുന്നില്ല.
അദ്ദേഹം എന്നെ എന്നെ തൻ്റെ ആശ്ലേഷണത്താൽ പരുഷമായി വേദനിപ്പിക്കുകയോ എൻ്റെ മുമ്പിൽ സന്നിഹിതനാകാതെ എന്നെ മഗ്നഹൃദയനാക്കുകയോ ചെയ്താലും എനിക്ക് അദ്ദേഹം അപ്രകാരം തന്നെ ആയിരിക്കുകയും ചെയ്യും. അദ്ദേഹത്തിന് എന്തുമേതും ചെയ്യുവാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. എന്തെന്നാൽ അദ്ദേഹം എന്നെന്നും നിരുപാധികമായി എൻ്റെ ആരാധ്യനായ പ്രഭുവായിരിക്കും. അപ്പം നമുക്ക് അതാണ് ആരാധ്യോ ഭഗവാൻ കൃഷ്ണൻ എന്നാണ്. ആരാധ്യോ ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെ, അല്ലെങ്കിൽ ആ ദിവ്യരൂപമായ ശ്യാമസുന്ദര രൂപത്തെ ഗുരുവായൂരപ്പനെ നമ്മൾ ആരാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം അതാണ്. ആരാധ്യോ ഭഗവാൻ വൃജേന്ദ്ര തനയ, വൃജത്തിലെ ആ നന്ദഗോപരുടെ പുത്രനായിട്ടുള്ള ആ ഭഗവാന്റെ ആ ഒരു ആശ്രയം, അല്ലെങ്കിൽ ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം സാധ്യമാകും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഡിസ്കഷൻ ചെയ്തിരുന്നത്. വൃന്ദാവനത്തിലേക്ക് പോണോ? വൃന്ദാവനത്തിലെ കീർത്തനങ്ങൾ വേണോ ആർക്കെങ്കിലും? വൃന്ദാവനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം നമ്മൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇന്നലെ പ്രലംബാസുര വധം കഴിഞ്ഞു. ഇന്ന് ഭഗവാൻ കാട്ടുതീയെ ദാവാഗ്നിയായിട്ട് ആ അഗ്നിയെ മുഖം കൊണ്ട് നശിപ്പിച്ചു. ഭഗവാന്റെ കൂടെയുള്ള ബലരാമനെയും ബാലഗോപാലന്മാരെയും പശുക്കളെയൊക്കെ രക്ഷിച്ചു. അതിനു മുമ്പ് പറഞ്ഞ കാളിയമർദ്ദനം കാളിയമർദ്ദനത്തിന് എന്താണ്? അഹങ്കാരം, നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരത്തെ നശിപ്പിക്കാനുള്ളതാണ്. പിന്നെ കാളിയൻ എവിടെയാണ് ജീവിച്ചതെന്നും കാളിയന്റെ ചരിത്രങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. പിന്നെ ധേനുകാസുരവധം, കഴുതയുടെ പിന്നെ അവിടെ ഉണ്ടായിരുന്ന മരത്തിലെ പഴങ്ങൾ തിന്നാൻ വരുന്ന വൃജത്തിലെ ആൾക്കാരെ അവരെ പിടിച്ച് അവരുമായിട്ട് യുദ്ധം ചെയ്തപ്പോൾ ബലരാമൻ വന്ന് അതിനെ കാലെ പിടിച്ച് ഒരൊറ്റ എറിഞ്ഞു. പനയിൽ പോയി അടിച്ച് അത് ചത്തു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ തട്ടുന്ന ആ ഭഗവാനെ പറ്റിയുള്ള സ്മരണ എന്ന് പറയുന്നതാണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. അത് അപ്പോൾ മാത്രമല്ല, എപ്പോഴും. അപ്പം ഇത് ചിന്തകൾ എപ്പോഴും ഭഗവാന്റെ കാര്യത്തെ പറ്റി ആയിരിക്കണം എപ്പോഴും. എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു രുചി വരുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തോ പ്രഭു പറയണ ആൾക്കാർ അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ ഈ സങ്കീർത്തനം കൊണ്ട് ഇങ്ങനെ ജപിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പാപങ്ങളെല്ലാം നശിക്കും. പിന്നെന്താ, നമ്മുടെ കുടുംബത്തെയും അവരുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും ശുദ്ധീകരിക്കും. ഇതൊക്കെ 7 ജനറേഷന് വേണ്ടിയിട്ടാണ്. 7 ജനറേഷൻ താഴത്തേക്കും മുകളിലേക്കും നമുക്ക് ഉപകാരപ്പെടും. എന്തുകൊണ്ടാണ്? നമ്മൾ ഭക്തിയുത സേവനം ചെയ്തു കഴിഞ്ഞാൽ. ഇതൊക്കെ വെറുതെ പറഞ്ഞല്ല, ശാസ്ത്രങ്ങളിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. തിരുനാമം ജപിച്ചു കഴിഞ്ഞാൽ എല്ലാ ദുഃഖങ്ങളും ദൂരീകരിക്കും. അതാ പറഞ്ഞത്. എല്ലാ ദുഃഖങ്ങളും, ശോകമോഹ ഭയങ്ങളെല്ലാം മാറും. അങ്ങനെയുള്ള പിന്നെന്താ, നരകത്തിലേക്ക് വിധിക്കപ്പെട്ടവരെ ആ വിധിയിൽ നിന്ന് മോചിപ്പിക്കും. അതാ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് കണ്ണിൽ കൊള്ളേണ്ടത് പിരുത്തി കൊണ്ടുപോകും. അപ്പം ഭഗവാനെ ആശ്രയിച്ചുള്ള ഗുണമാണ്. ഭഗവാന്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ എല്ലാ വിധിയെ അപ്പാടെ മാറ്റിമറിക്കാൻ പറ്റും. നമുക്ക് ബുധന്റെ, ശുക്രന്റെ, അല്ലെങ്കിൽ വ്യാഴദശ, ശനിദശ എന്നൊക്കെ പറയില്ലേ, 6 മാസം നമ്മൾ Hare Krishna, Hare Krishna, Guruji, Hare Krishna.